ഹലോ. ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കമൻ്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് തയ്യലും ഇതും കൂടി ആകുമ്പോൾ ഒന്നിച്ചെല്ലാം കൂടി പറ്റത്തില്ലല്ലോ, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും. അത് തന്നെയല്ലേ എൻ്റെ മെമ്മറി കാർഡാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അങ്ങ് നിറയുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ചൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ ആയിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ചട്ടിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് സാമ്പാർ ശരിയാക്കണം അതിനെ. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള മെനു. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വാരി നമ്മുടെ കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ അഴുക്കുണ്ടായിരുന്നു. പിന്നെ ഈ വെള്ളം ഒരുപാട് അഴുക്ക് പോലെ തോന്നിക്കുന്നത് നമ്മുടെ ഇവിടെ ഉന്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൂടെ കൊണ്ടിട്ടാണ് വെള്ളം ഒരുമാതിരി മഞ്ഞ നിറത്തിലിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഉന്തെന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ ഇവിടെ ഉന്ത് വെള്ളമെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതാണ് ഈ മഞ്ഞ നിറത്തിൽ. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ടത്തിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കിണറൊക്കെ കുത്തുമ്പം അവിടുന്ന് വരുന്ന ഒരു വെള്ളമുണ്ടല്ലോ, ഊറ്റിറങ്ങിയിട്ട് ആ ഒരു കളറ് ചേഞ്ച് ആയിരിക്കും, മൊത്തവും മഞ്ഞ നിറത്തിലായിരിക്കും. ഇത് മോട്ടർ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ അത് തങ്ങിക്കഴിയുമ്പം ടാങ്കിൽ ക്ലിയർ ആവുമേ. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അങ്ങനെ നമ്മുടെ കഴുകൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം കൂടി ഒരു കുക്കറിലേക്കിട്ട്, ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് അരിയാതെ കുറേ കഷ്ണങ്ങളുണ്ട്. അത് വെണ്ടയ്ക്കായും പിന്നെ അതുപോലെ തക്കാളി പിന്നെ പച്ചമുളകും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് അരിഞ്ഞിടാം. അപ്പോൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ കൂട്ടത്തിലിട്ട് നമ്മളിത് കഴുകി അങ്ങ് എടുക്കുവേ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അങ്ങ് വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് ഒരു വിസിലടിക്കട്ടെ. എന്നിട്ട് ആ വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫാക്കി ഇടണം. അപ്പോഴത്തേക്ക് ഇതിലെ ആവിയൊക്കെ പോയിട്ടേ പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചേർക്കത്തുള്ളേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സാമ്പാറിൻ്റെ കാര്യങ്ങൾ. സാമ്പാറൊക്കെ അവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്കടുത്ത ജോലി ചെയ്യാവേ. ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ആ ഒരു അടുപ്പിൽ വെച്ചിരുന്ന ബീട്രൂട്ട് മെഴുക്കുവരട്ടി എന്തായെന്ന് നോക്കുന്നുണ്ടേ. അപ്പോൾ അതും ഇനി വേവാൻ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം കൂടി ഇതുപോലെ അടച്ചങ്ങ് വെച്ചേക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്നങ്ങ് സെറ്റായിക്കോളൂ. പിന്നെ സ്പെഷ്യലായിട്ട് ഇതാ ഇലയപ്പം ഉണ്ടായിരുന്നേ. ഇത് നമ്മുടെ ഉമ്മിച്ച ഉണ്ടാക്കിയിട്ട് തന്നതാണ്. അപ്പം ഇതുകൂടി ഒന്ന് കഴിച്ചേക്കാം. അപ്പോൾ 3 ഉണ്ടായിരുന്നു, 2 ഞാൻ മുമ്പ് കഴിച്ച്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് വന്ന ഒരെണ്ണം കൂടിയുണ്ട്. ഇത് ഇവിടെ ഇരുന്ന് അങ്ങനെ അതവിടെ വേവുന്ന സമയത്ത് ഇതും കൂടി അവിടെ ഇരുന്നങ്ങ് കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫില്ലിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അരിപ്പൊടിയിലാണ് ഇത് ഉണ്ടാക്കിയത്. ഇതാണ് വൈറ്റ് കളറിലിരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത ഒരു അയൽക്കാരിയുടെയാണ് ഇത്. അപ്പോൾ ആ കുട്ടിക്ക് സ്റ്റിച്ചിങ് അറിയാം, പക്ഷേ എങ്കിൽ കട്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇതുപോലെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് കൊണ്ട് തരട്ടെ, അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് ചാർജ് നമുക്ക് തരും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അവർ ചെയ്ത് കൊടുത്തോളും. അങ്ങനെയാണ്. അപ്പം അത് കൊണ്ടു തന്നപ്പം ഞാനിത് പറഞ്ഞു വിട്ടില്ല, അത് വാങ്ങി വെച്ചു. പിന്നെ അത് തന്നെ രാവിലെ അതിനിച്ചിരി അത്യാവശ്യമുള്ളതായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അത് അളവൊക്കെ എഴുതി വെച്ചിട്ട് ആ ഒരു മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അത് കുറേ നേരം ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം എടുത്ത് നമ്മളിത് കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് ഫാസ്റ്റാക്കി ഓടിച്ചു വിട്ടേക്കുന്നതേ ഉള്ളേ. നിങ്ങൾക്ക് ബോറടിയാവും അല്ലെങ്കിൽ ഇതിങ്ങനെ സ്ലോയിൽ കാണിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അതിലെ ആ ഒരു മ്യൂസിക്കിന് സൗണ്ട് കൂടുതലാണെന്നുള്ളത്. കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ ആ വീഡിയോ ഓണാക്കി നോക്കിയപ്പോഴാണ് എൻ്റെ പറയുന്ന സൗണ്ടിനെക്കാട്ടിൽ കൂടുതലായിട്ട് ആ ഒരു മ്യൂസിക് നിൽക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തോ പറ്റിയാന്നറിയത്തില്ല, എൻ്റെ ഫോണിൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പം. അതുകൊണ്ടായിരിക്കും അതങ്ങനെ സംഭവിച്ചത് എന്ന് തോന്നുന്നു. ഫോണിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. സൗണ്ട് ഞാൻ ഏറ്റവും മാക്സിമം കുറച്ച് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്തത്. പക്ഷേ എങ്കിലത് സേവ് ആയി കഴിഞ്ഞിട്ട് ഞാനത് പ്ലേ ആക്കാതെയാണ് പോസ്റ്റ് ആക്കിയത്. പക്ഷേ ആ കമൻറ്റ്
കണ്ടപ്പോഴാണ് അത്രയും സൗണ്ട് കൂടുതലാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇനിയിപ്പം ഇനി എടുക്കുന്ന വീഡിയോയിലൊന്നും ഞാൻ ഓർത്തു മ്യൂസിക്കൊന്നും ആഡാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സംസാരിക്കുന്നതിൽ വല്ലതും ശരിയില്ലാതൊക്കെ വരുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മ്യൂസിക് ചേർക്കുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ വർത്തമാനത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പിശകൊക്കെ ആ മ്യൂസിക് അങ്ങ് കവർ ചെയ്തോളുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. എന്തായാലും ഇനി അത് ചേർക്കണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ കുറേ ദിവസമായിട്ട് മടിയാണ് ചെയ്യാനായിട്ട്. ഒരുപാട് തയ്ക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. പക്ഷേങ്കിൽ മടി പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി വെച്ചേക്കുവാണ്. ഒന്നാമത്തെ മെയിൻ കാര്യം നമുക്ക് ഈ സ്റ്റെയർ കയറി മുകളിൽ പോയിട്ട് ആ ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരണം. പിന്നെ ഈ കത്രികയും അതിൻ്റെ ടേപ്പും അതിൻ്റെ ഡയറിയും എല്ലാം എടുത്തുകൊണ്ട് വരണം. പിന്നെ അത് കട്ട് ചെയ്യുന്ന താഴെ ഇട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ച് പിറക്കി മുകളിൽ കൊണ്ടുപോകണം. അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതുകൊണ്ട് മടി പിടിച്ചിട്ട് 2-3 ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുമായിരുന്നേ. ഇനിയിപ്പം എല്ലാം കൂടെ ചടപടയും തയ്ച്ച് തീർക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിയ പീസുകൾ പോലും തയ്ച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ അതേന്ന് പറഞ്ഞിരുന്നിട്ടാണ് 2 ചുരിദാർ ഞാൻ സെറ്റ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഈ മെഷീൻ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇനിയിപ്പം മടി മാറ്റണം. അപ്പം മടി പിടിച്ച ഒരു വ്ളോഗാണ് സത്യത്തിൽ ഇതൊക്കെ. മടിച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത്. എന്നാലും ഇനിയിപ്പം നമ്മൾ ശടപടയിൽ നിന്ന് അടുത്ത പാറ്റേണൊക്കെ ഉണ്ട് നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ. അപ്പോൾ അതൊക്കെ ഉടനെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കുമേ. പിന്നെ നമ്മുടെ ആ ഒരു മെഷീൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് നമ്മൾ ഈ ഒരു ദിശയിലാണ്. അപ്പം നമ്മുടെ ക്യാമറ ഒക്കെ ഇപ്പുറത്തെ സൈഡിലായി. ഇപ്പം മുമ്പ് ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിലായിരുന്നു വെച്ച് വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം തിരിച്ച് വന്നേ. ഇപ്പോൾ ഈ പെഡലിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു സൈഡിലാണ്, ആ വീലിൻ്റെ ഭാഗത്ത് വന്നേ ക്യാമറ. അപ്പം നമുക്ക് കുറച്ച് നമ്മൾ പുതിയത് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2-3 അവരുടെ തന്നെ കുറച്ച് റിപ്പയർ വർക്ക് കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തയ്യലൊക്കെ ഇട്ടെടുക്കുവാണേ. ഇപ്പോൾ ഒരാളുടെ ഫിനിഷ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഫിനിഷാക്കി കൊടുക്കണമല്ലോ, ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി അതെല്ലാം ഞാനങ്ങ് തയ്ച്ച് വെച്ചേക്കാണ്. പിന്നെ അതാ ഇത് കണ്ട എൻ്റെ ഇത് ഗ്യാസിനകത്ത് കുക്കർ വെച്ചിരുന്നപ്പോൾ അതിൽ മുട്ടിയതാണ്. കൈയുടെ അത്രയും ഭാഗം അങ്ങ് ഇതായി പൊള്ളിപ്പോയി, ഒരു പാടായി. പിന്നെ നമ്മളതെല്ലാം ആ റിപ്പയറുകളെല്ലാം തയ്ച്ച് വെച്ചു. പിന്നെ സൈഡിൽ ഇതാ നമ്മൾ പുതിയ സ്റ്റിച്ച് ചെയ്തത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം നമുക്ക്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ നല്ല പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സ്റ്റിച്ചിങ്ങും തീരത്തുള്ളൂ കേട്ടോ. അത്രയ്ക്കും ഉണ്ട് നമുക്ക്. കുറേ പെൻഡിങ് ആയിട്ട് കുറേ വർക്കൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതാണ് സ്റ്റിച്ച് ചെയ്ത 2 പീസും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്. ടോപ്പും ആ ഒരു ബോട്ടമായിട്ടാണ്. ഇത് നമ്മുടെ തന്നെ ഒരു മെറ്റീരിയലായിരുന്നേ കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ എലാസ്റ്റിക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം വാങ്ങി ഇനി വെക്കണം ഇതിൻ്റെ ആ ഒരു ബെൽറ്റ് ഭാഗത്ത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു വീനക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ബോട്ടം വന്നിട്ടുണ്ട്. ഇതൊരു സെറ്റ് മെറ്റീരിയലായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഓൺലൈനായിട്ട് അങ്ങാണ്ട് എടുത്ത ഒരു മെറ്റീരിയലായിരുന്നു ഇത്. അതായത് നമ്മളൊരു പോക്കറ്റൊക്കെ ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മടി പിടിച്ച ദിവസമേ.